പമ്പ സരോവറിൽ നിന്നും നേരെ പോയത് ദുർഗാദേവിയുടെ ഒരു അമ്പലത്തിലോട്ടാണ് കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ബാലരമ വായിക്കുമ്പോൾ അതിൽ കൃഷ്ണദേവരായരുടെ കഥകളുണ്ടായിരുന്നു. ആ സമയത്ത് അതിലത്തെ ഫോട്ടോയിൽ മലകളൊക്കെ ഉരുണ്ട കല്ലുകളായിരിക്കും. അന്നേ ഞാനത് നോട്ട് ചെയ്തിരുന്നു. സാധാരണ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഉരുണ്ട കല്ലുകളുള്ള മല എന്താണെന്ന് ഞാൻ അന്നേ ആലോചിച്ചിരുന്നു. പക്ഷെ ഹംപിയിൽ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. കാരണം വിജയനഗര സാമ്രാജ്യം മൊത്തം ചുറ്റപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഉരുണ്ട വലിയ പാറക്കല്ലുകൾ കൊണ്ടാണ്. എന്ത് രസമാണെന്നറിയോ അത് കാണാൻ. മാത്രമല്ല ചില പാറക്കെട്ടുകളൊക്കെ കാണുമ്പോൾ ഇതിപ്പം അങ്ങോട്ട് ഉരുണ്ട് താഴത്തേക്ക് വീഴും എന്നുള്ള ആ ഒരു ഫീലിലാണ് അത് നിൽക്കുന്നുണ്ടാവുക. എന്തായാലും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഹംപി എന്ന് പറയുന്നത്. ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ നിറയെ തേങ്ങയാണ് കെട്ടിയിട്ടിരിക്കുന്നത്, ഇങ്ങനെ 2-3 കളറിൽ. ഇതിനെപ്പറ്റി അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമ്മളൊരു കാര്യം വിചാരിച്ച് നമ്മളവിടെ ഒരു തേങ്ങ കെട്ടിത്തൂക്കുക, പിന്നീട് 2-3 മാസം കഴിയുമ്പോഴേക്കും ആ ആഗ്രഹം നിറവേറി കഴിഞ്ഞാൽ ആ തേങ്ങ വന്ന് നമ്മൾ അഴിച്ചെടുക്കണം. അത് നമ്മൾ കെട്ടിയ തേങ്ങ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കെട്ട് അതൊന്ന് അഴിക്കണം എന്നാണ് അവിടുത്തുകാരുടെ ഒരു വിശ്വാസം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെയും പോകണമെന്ന് തോന്നിയ ഒരേ ഒരു സ്ഥലം ഹംപിയാണ്. അതിന് കാരണവും ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ്. ഒരു സ്ഥലത്ത്, അതായത് റോഡിൻ്റെ ഒരു സൈഡ് മുഴുവൻ നിറയെ തരിശ മാതിരി കിടക്കും, നിറയെ പാറക്കെട്ടുകളുണ്ടാവും. അതിൻ്റെ മറ്റേ വശത്ത് ഇതേമാതിരി നിറയെ പച്ചപ്പും ഹരിതാവിയും, വാഴക്കൃഷി, കരിമ്പ് കൃഷി, നെൽപ്പാടങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ.